നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ മോട്ടിവേഷനൊക്കെ ആയിട്ട് വന്നെ. ഇന്ന് മോട്ടിവേഷൻ ഒന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാരി ഉടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പം അനീറ്റക്കുട്ടിയെ സംബന്ധിച്ച് ബർത്ത്ഡേക്ക് എന്ത് സമ്മാനം തരും എന്നുള്ളത് ഒരു 2 മാസമായിട്ട് ഇങ്ങനെ നല്ല ചിന്തയായിരുന്നു കേട്ടോ. അപ്പം അവള് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ ബർത്ത്ഡേക്ക് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ഏജ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് ഗിഫ്റ്റ് എനിക്ക് തരണം എന്ന്. അപ്പൊ ഒരു 2-3 മാസം കൊണ്ട് അവളിങ്ങനെ ഒത്തിരി ഗിഫ്റ്റൊക്കെ പ്രൊക്കെയർ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റുകൾ തന്നു കേട്ടോ. അപ്പൊ ഇതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, പിന്നെ ബുക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, പിന്നെ ജുവലറിയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ജുവലറിയും സാരിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു 10 ഇയർ ബാക്ക് ഞാനൊരു ബോട്ടിക്കൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ സാരി ഞാനൊരു പ്രീ ഡിഗ്രി 2nd ഇയർ പഠിക്കുമ്പോൾ സാരി ഉടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര വർഷമായി, കുറേ വർഷങ്ങളായിട്ട് സാരി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. അപ്പം അങ്ങനെ ഫാഷനും സാരിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2012 ഒരു സാരിയുടെ കട തുടങ്ങി. അപ്പോൾ അത് ഒരു 2012 തുടങ്ങി. ഐ തിങ്ക് 2016 വരെ 2016 വരെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു ഞാൻ ആ ഷോപ്പ് നടത്തിയിരുന്നത്. അപ്പം ആ ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇനി വേറെ സ്ഥലമൊന്നും എടുത്തിട്ട് ചെയ്യണ്ട, നന്നായിട്ട് പോണൊരു ബിസിനസ്സായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനത് നിർത്തുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം എൻ്റെ മോളെ സംബന്ധിച്ച് 2016 ആ സാരിയുടെ ബിസിനസ് നിർത്തി കഴിഞ്ഞപ്പോൾ മോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താ പറയുക, അവൾക്കും ഒത്തിരി ഇഷ്ടമാണ് നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യുക, ഇങ്ങനെ എപ്പോഴും ഷോപ്പ് ചെയ്യുക, ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2016 തൊട്ട് എപ്പോഴും എന്നോട് പറയും, മമ്മി നമുക്ക് ഓൺലൈനായിട്ട് ഒരു സാരി ബിസിനസ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും പറഞ്ഞു, മമ്മി നമുക്ക് അത് തിരിച്ച് ചെയ്യാം, മമ്മിക്ക് ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും വന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സാരിയാണ്. അപ്പം മമ്മി ആക്കിയ നല്ല സാരി സെലക്ട് ചെയ്യാനായിട്ടൊക്കെ നല്ല ഒരു മമ്മിയുടെ സാരി എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. അപ്പം മമ്മി നമ്മൾക്കത് ചെയ്യാം എന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും ഈ കോച്ചിങ് ഒക്കെ വെച്ചിട്ട് വളരെ തിരക്കായിട്ടൊക്കെ ഇങ്ങനെ പോകണോണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒത്തിരി ഷോപ്പ് ചെയ്യാൻ പോകണം, ഹാൻഡ് പിക്ക് ചെയ്യണം, പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഒത്തിരി ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെയും എനിക്കൊരു മടിയായി. ഞാനത് കുറേ നാളും കൂടി അത് വേണ്ടാന്നുള്ള ലെവലിൽ ബേസ് ചെയ്തു. ഐ തിങ്ക് ഇപ്പം ഈ ഒരു ഡിസംബർ വന്നപ്പോൾ മോള് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ പർച്ചേസ് മുഴുവൻ നടത്തുന്നത് മോളാണ്. അപ്പം മോളെ സംബന്ധിച്ച് എൻ്റെ ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ വാങ്ങാനായിട്ട് അവൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് എല്ലാ വീവേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് എന്ന് പറയുമ്പോൾ വയസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വയസ്സിൻ്റെ അത്രയും നമ്പർ ഓഫ് ഗിഫ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അവളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം ഒത്തിരി പൈസയൊക്കെ മുടക്കണമല്ലോ. അപ്പോൾ അവൾ കൂടുതലും വീവേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എനിക്കിഷ്ടമുള്ള സാരീസ്, കാര്യം ഞാനിപ്പോൾ കൂടുതലും ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോസിനുമാണ് സാരീസ് ഉപയോഗിക്കുന്നത്. അത്രയധികം പുറത്തൊന്നും പോകാറില്ല, അകത്തിരുന്നിട്ടാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഈ പല ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ കണ്ടിട്ട് എപ്പോഴും എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്, ഈ സാരി അങ്ങനെ ഇഷ്ടമുള്ളൊരു സാരി ആട്ടോ ഞാൻ എടുത്തേക്കണേ. അപ്പോൾ ഒത്തിരി നല്ല ഭംഗിയായിട്ട് ഒരു ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയട്ടെ എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ഇങ്ങനെ ഇവളോട് പറയടാ ആ കളർ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാ സാരീസും എൻ്റെ മോളെ എനിക്ക് വേണ്ടി വാങ്ങി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവൾ ഇത്രയും നന്നായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഐ തിങ്ക് ഒത്തിരി സാരീസ്, ഇപ്പോൾ കുറേ സാരീസ് പല തരത്തിലുള്ള സാരീസാണ് വാങ്ങിയത്. അപ്പോൾ കുറേ സാരീസൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള പല ടൈപ്പാണ്. അതെല്ലാം വന്ന് തുടങ്ങിയിട്ടില്ല, പലതും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിചാരിച്ചു, ഇവള് ശരിക്കും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, ഇവൾ ഇത്രയും സാരീസൊക്കെ പർച്ചേസ് ചെയ്തു, ഇവൾക്ക് ഇതിലൊരു ഭയങ്കര പാഷനുണ്ട്, അവൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. അപ്പം എൻ്റെ ബ്രദറിൻ്റെ മോളുണ്ട്, അവളുടെ പേര് അലൈന. അപ്പം ഞാനിങ്ങനെ അവളോട് ചോദിച്ചു, നിനക്ക് ശരിക്കും അനീറ്റയുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? കാര്യം അനീറ്റ നല്ല തിരക്കായിട്ട് പോകും കോച്ചിങ് ഒക്കെ. അപ്പം എൻ്റെ ഒരു ബാക്ക് ആൻഡ് വർക്കും ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ അവൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഇതിൻ്റെ കൂടെ പോയാൽ ഞങ്ങളുടെ പ്രൈമറി ഫോക്കസ് മാറും.
അപ്പൊ അതെനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പൊ അവള് എന്നോട് പറഞ്ഞു, ആന്റി എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഷോപ്പിംഗ് ഇഷ്ടമാണ്, ഡ്രസ്സൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവള് ഈ ഒരു ഡിവിഷൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഇതിന്റെ റൈറ്റ് ടൈം ആയിരുന്നു. അപ്പൊ നമ്മള് പുതിയ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുവാണ്. 2 പെൺകുട്ടികളാണ് അത് ഡ്രൈവ് ചെയ്യണത്. എനിക്ക് തോന്നുന്നത് അവരുടെ മോഡലായിരിക്കും എന്നാണ് തോന്നുന്നത്. അവരാണ് ആ ഒരു ബിസിനസ് ഡ്രൈവ് ചെയ്യണത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇമോഷനാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ് സാരീസ്. എനിക്ക് നല്ല കളക്ഷൻ ഉണ്ട് സാരീസിന്റെ. ഇനി ഞാനിങ്ങനെ ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാലും, ഓരോ സ്റ്റേറ്റിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാരീസ് ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഏറ്റവും ഏറ്റവും ഇങ്ങനെ വാല്യൂ ഉള്ള സാരീസ് തൊട്ട് എല്ലാത്തിനും, ഇപ്പൊ പട്ടോളയുണ്ട്, അല്ലെങ്കിൽ പൈത്തനി ഉണ്ട്, ബനാറസി ഉണ്ട്, ഖതാൻ സാരീസ്, ഇങ്ങനെ പല പല സാരീസ് ഉണ്ടല്ലോ. അപ്പൊ എല്ലാ സാരീസും ഇപ്പൊ കാഞ്ചീപുരം തൊട്ട് എവറിത്തിങ്, എല്ലാ സാരീസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പം എന്താ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു മിറായ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഇറക്കണത്. അപ്പൊ ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ സാരി മേടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയിരുന്ന സാരി 250 റുപ്പീസ്, 300 റുപ്പീസ്, 400 റുപ്പീസിലേക്കാണ് വളരെ ചെറുപ്പത്തിൽ സാരീസ് മേടിച്ചോണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാഞ്ചീപുരം സാരിയൊക്കെ മേടിക്കും. അപ്പോൾ അതൊരു ഹൈ എൻഡ് ആയിട്ടൊക്കെ ഉള്ള ലെവലിലേക്ക് മേടിക്കും. ബാക്കിയുള്ള സാരീസൊക്കെ വില കുറഞ്ഞ സാരീസൊക്കെ മേടിച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ, എവറി ഡേ സാരി എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാനിപ്പോൾ രാവിലെ 5 മണിയുടെ ക്ലാസ്സിലാണെങ്കിലും ഞാൻ സാരി എടുത്ത് നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് ക്ലാസ് എടുക്കാറുള്ളൂ. അപ്പൊ ഇതിലൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് എപ്പോഴും കൂടുതൽ കിട്ടുന്നത് സാരി എടുക്കുമ്പോഴാണ്. അപ്പൊ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ സാരി ഇഷ്ടമുണ്ട്, സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എത്തുന്നത്. കാരണം വെച്ചാൽ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാരിയിൽ കിട്ടുന്ന ആ ഒരു സന്തോഷവും ഒരു ധൈര്യമൊക്കെ വേറൊരു ഡ്രസ്സിലും എനിക്ക് തോന്നാറില്ല. കാര്യം ഏത് മീറ്റിങ്സിൽ പോയാലും, ഇപ്പൊ ഞാൻ സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പൊ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയപ്പോഴും ഞാനിങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു സാരി ഉടുത്തു കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഭയങ്കര ഇഷ്ടമായി. അവര് എന്നോട് വന്നിട്ട് ഒത്തിരി അസോസിയേഷൻ തന്നു. അപ്പൊ ഞാൻ ഏത് വേറെ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ഒരു ദിവസം അവാർഡ് നൈറ്റിലൊക്കെ വരുമ്പോൾ സാരി ഉടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ് എന്നുള്ള ലെവലിൽ എന്നെ ഏറ്റവും കൂടുതൽ ജയ്മോനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരിയിൽ കാണാനാണ്. അപ്പൊ അങ്ങനെ കേട്ട് 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 സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും ഒരു വീസ്റ്റാറിന്റെ ബ്ലൗസ് ഞാൻ ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? ഇതൊരു ടിഷ്യൂ സാരിയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ മോള് വാങ്ങി തന്ന സാരീസൊക്കെ കാണിക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ബേസ് ചെയ്തിട്ട് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏത് സാരീസ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും എക്കണോമിക്കലി നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് പോയിന്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു മിഡിൽ മാനെ ഒഴിവാക്കി നേരിട്ട് വ്യൂവേഴ്സിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വാങ്ങുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നല്ല ഭംഗിയായിട്ട് നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നേരെ നമ്മളുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നമ്മളുടെ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് വന്നാൽ മതി. അപ്പോൾ കഴിയുന്നതും ഇപ്പൊ സാരീസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ കളർ ചോയ്സുകളൊക്കെ തരാം. പിന്നെ സാരി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റെഗുലർലി വീവേഴ്സായിട്ട് വർക്ക് ചെയ്യണോണ്ട് അത്യാവശ്യം ഒരു 12 to 15 days എടുക്കും നിങ്ങളെ സംബന്ധിച്ച് ഡെലിവറി കിട്ടാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് സാരീസിലേക്ക് പോവാം. ഞാനപ്പോൾ ഈ സാരി ബിസിനസ് ഡ്രൈവ് ചെയ്യാൻ പോണ 2 എൻ്റെ പെൺകുട്ടികളെ കൂടി കാണിച്ചു തരാം കേട്ടോ. അവരെ കൂടി ഞാൻ വിളിച്ചിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് അവരെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് എന്നിട്ട് സാരീസ് ഒക്കെ കാണാം. അപ്പൊ സാരി ബിസിനസ് എന്റെ പേരെന്താടാ? മിറായ ഡിസൈൻ. മിറായ ഡിസൈൻ. അപ്പൊ മിറായ ഡിസൈൻ ഡ്രൈവ് ചെയ്യണത് ശരിക്കും എൻ്റെ നീസാണ്, അലൈന റോയ്. ശരിക്കും അതിന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അനീറ്റ ജെയ് ജോസഫ് ആണ്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് സത്യം പറഞ്ഞാല് ഈ ഒരു ബിസിനസ് അവരുടെ ഒരു സ്വപ്നമാണ്, അല്ലെ? അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അനീറ്റ അത്രയും സാരി ഒന്നും ഉടുക്കാറുണ്ട്, പക്ഷെ ഇന്ന് അനീറ്റ സാരിയൊക്കെ ഉടുത്തിട്ട് അല്ല, ഞാൻ കുഞ്ഞെ മുതൽ മമ്മി സാരി ഉടുത്ത് കണ്ട് ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ ഞാൻ അവനോട് പറയും, മമ്മി പണ്ട് എനിക്ക് ഒന്ന് ടീനേജർ ആയപ്പോ കാണുമ്പോ ഈ ഇഷ്ടമൊക്കെ ഈ മമ്മിയെ കാണാൻ എന്ത് ഇത്ര ഭംഗി ഓർക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ
ഏത് നമ്മൾ ഏത് ബോഡി ആണെങ്കിലും വിച്ച് എവർ ബോഡി ഷേപ്പ് യു ആർ എപ്പോഴും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സാരിക്ക്, ഒരു ഗ്രേസ്ഫുൾ ലുക്കാണ്. ഇപ്പൊ ഭയങ്കര മെലിഞ്ഞിരുന്നാലും നമുക്ക് കുറച്ച് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ ആൾക്കാരാ നമുക്കത് ഉടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് ഭയങ്കര ഇതാണ്. അപ്പൊ എനിക്കും അങ്ങനെ, അതുകൊണ്ട് ഞാൻ ഒരു 3-4 തവണ ഉടുത്തിട്ടുണ്ടോ, അതിനേക്കാളും കൂടുതൽ ഞാൻ ഉടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സാരി? ഇഷ്ടമായോ? നല്ലല്ലേ? അതിന്ന് ഞാൻ എടുത്തിട്ടുള്ളത് മൽക്കോട്ടൺ സാരി. മൽക്കോട്ടൺ ആണ് വിത്ത് സ്ട്രൈപ്സ്, വിത്ത് ദാറ്റ് ഇസ് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ വിത്ത് സറി ബോർഡർ. അത് സറി ബോർഡർ ആണ് ഇതിൽ വരുന്നത്. ഒരു സിമ്പിൾ, എനിക്ക് നല്ലൊരു ഒതുക്കമുണ്ട്. ജനറലി സ്പീക്കിംഗ് നല്ലൊരു ഫീലിംഗ് ആണ് അതിൽ. ഞാൻ എടുത്തേക്കണത് ടിഷ്യൂ സാരിയാണ് വിത്ത് ഗോൾഡൻ, ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്. എങ്ങനെ ഈ ഒരു ജുവലറി ഇട്ടേക്കണത് ശരിക്കും പേര് നല്ല അനീറ്റി ഇട്ടേക്കണതും ശരിക്കും അതുപോലെ ഒരു സിൽവർ ആന്റിക് മോളിൽ ഇട്ടേക്കണത് ശരിക്കും മോളുടെ ശരിക്കും സെമി കട്ടാൻ സാരി, ഒരു ബനാറസി സെമി കത്താൻ സാരിയാണ്. അപ്പൊ ഇത് ആക്ച്വലി കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കാണ്, കുറച്ചും കൂടെ ഉള്ളത്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് കമ്പാരിറ്റീവ്ലി. ഞാൻ ഇതായിട്ട് പെയർ ചെയ്തേക്കുന്ന ഒരു നോർമൽ ആയിട്ടൊരു കുപ്പിവള, പിന്നെ ജസ്റ്റ് ഒരു കുറച്ച് ജ്വല്ലറി വിച്ച് ഇസ് വെരി ഡിഫറെന്റ്. ഒരു ആന്റിക് അല്ല, ഞാനൊരു ഗോൾഡൻ ടൈപ്പാണ്. നമ്മൾ 3 പേരും വ്യത്യസ്തമാണ് 3 രീതിയിലായിട്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാം. ഇപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു പ്രൈസ് വന്നത് ഇപ്പൊ നോർമലി എല്ലാ പേജസും പോയി കഴിഞ്ഞാൽ 1300-ലൊക്കെയാണ് ബേസ് ചെയ്യണത്. പക്ഷെ നമ്മളൊരു ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് ഏതൊരാൾക്കും ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം എന്ന് വിചാരിക്കണോണ്ട് നമ്മളിപ്പോ ഈ ഒരു പ്രൈസ് റേഞ്ച് ബേസ് ചെയ്യണത് 999 ഈ സാരി വരുമ്പോ എത്ര പ്രൈസ് വരുന്നുണ്ട്? ഈ ഒരു സാരിയും ഇതും 999 ബേസ് ചെയ്യണത്. ഇത് വരുമ്പോഴത്തേക്കും എത്ര പ്രൈസ് വരുന്നുണ്ട്? നമ്മുടെ പ്രീമിയം റേഞ്ചിലാണ് വരുന്നത്. നോർമലി നമുക്കിത് 2500 ആണ്, ബട്ട് ലോഞ്ച് ഓഫർ ആയിട്ട് 1950. അപ്പൊ ആക്ച്വലി അഫോർഡബിൾ. അപ്പൊ അതെ അതെ. പക്ഷെ ആൾക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിൽ ഭയങ്കര എലഗൻസ്. എന്റെ ബ്ലൗസ് ശരിക്കും സെയിം കളർ തന്നെയാണ് ബ്ലൗസ് നല്ലത്. ഞാൻ ജസ്റ്റ് പെയർ ചെയ്യുന്നേ ഉള്ളൂ. ലുക്സ് വെരി പ്രീമിയം. ഈ ഒരു ബജറ്റിൽ അത്യാവശ്യം നല്ലൊരു സാരിയാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, നമ്മുടെ കോംപ്ലക്ഷനും അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ്ങും ആണ് ഈ ഒരു ഓറഞ്ച് കളർ എന്ന് പറയുന്നത്. സോ എനിക്ക് കളർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വന്നപ്പോ തന്നെ ഭാര്യ അങ്ങ് എടുത്തു. എനിക്ക് ഞാൻ ആക്ച്വലി വീവേഴ്സിന്നാണ് നമ്മളുടെ ഓരോ സാരീസും നമ്മള് മമ്മിക്ക് ശരിക്കും പറഞ്ഞില്ല, എന്റെ മമ്മി ഇങ്ങനെ 1000+ സാരി മമ്മിയുടെ കളക്ഷൻ വർഷങ്ങളായിട്ടുള്ളതാ. അപ്പൊ മമ്മിക്ക് എല്ലാ വർഷവും സത്യം പറഞ്ഞാൽ ഏറ്റവും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ സാരി കൊടുത്താൽ മതി. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ മമ്മിയുടെ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ആഭരണോ അല്ലെങ്കിൽ സാരിയാണ് ഫുൾ ടൈം കാണുന്നത്. കാര്യം എല്ലാം ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അറിയാം, എന്റെ മോളെ ഇത് ഫേക്ക് ആണോ ഇതാണോ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയണം. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ മമ്മി എത്ര മണി ഇത് നോക്കണേ. പിന്നെ ഞാൻ എല്ലാത്തിന്റെയും വില കാണുമ്പോൾ ഞാൻ എന്തൊരു എക്സ്പെൻസീവ് ആണ് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. അപ്പൊ മമ്മിക്ക് വേണ്ട സാരി പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല മെനക്കേടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓർത്ത് മമ്മിക്ക് ഒരു വർഷം, പിന്നെ ഞങ്ങൾ ഈ കോച്ചിങ്ങിൽ ഇപ്പൊ ലൈഫ് കോച്ച് ശരിയായി മാറിയപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയും, നിങ്ങൾ റീല് കാണുമ്പോൾ ഞാനിപ്പോ നമ്മുടെ പേജിന്റെ കമന്റ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ക്ലാസ്സിലേക്ക് വന്ന ആൾക്കാരോട് ചോദിക്കും, അതെ മാം ഷീജ മാം ആ ഒരു സാരിയിലേ അവിടുത്തെ സാരിയുടെ ലിങ്ക് എനിക്ക് കിട്ടുമെന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, എന്റെ മാം ഈ സാരി ഒരു 6 വർഷം മുമ്പൊക്കെ ബൂട്ടീക്ക് ഉണ്ടായിരുന്നു, ഷീജാശ്രീ ബൂട്ടീക്ക്. ആ ബൂട്ടീക്ക് നടത്തിക്കൊണ്ടിരുന്നു കണ്ട പുത്തസാരം പോലെ ഇരിക്കുന്നത്. അങ്ങനെ വന്ന് കുറെ പേര് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് മമ്മിക്ക് വേണ്ടി ഒരു വീവേഴ്സ് നിന്ന് മമ്മിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ട് പല പല സാരീസ് അങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ തുടങ്ങിയതാണ്. കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ഈ തവണ ഞാനൊരു ഈ ബർത്ത്ഡേ മമ്മി ഒരു 50 എത്ര ആയപ്പോ ഒരു ആഗ്രഹപ്രകാരം ഞങ്ങളുടെ ഫാമിലിയിൽ ആരോ ചെയ്തൊരു പരിപാടിയാണ്. കുറെ ഗിഫ്റ്റുകൾ ഗിഫ്റ്റ് കൊടുക്കും. അവര് വെഡിങ് ആനിവേഴ്സറിക്ക് അല്ല, എനിക്ക് അവരുടെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരുടെ 50 ഇയേഴ്സ് ഇതിന് 50 ഗിഫ്റ്റ് കൊടുത്തു. അതെ, അത് ഞാനൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തു, സാരി എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാതെ ഞാൻ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാ സാരീസും ഇങ്ങനെ മമ്മിക്ക് വേണ്ടി മമ്മിയുടെ ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് ബട്ട് ഒരു ഡിഫറെന്റ് റേഞ്ചസ് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിറായ ഡിസൈനിന്റെ പ്രീ ബുക്കിംഗ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് വീവേഴ്സിൽ നിന്നുള്ള ഈ ഒരു സാരി നിങ്ങൾക്ക്
മേടിക്കാൻ ഇന്ന് സാധിക്കും. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ഓരോ സാരി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ താഴെ ഒരു വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ. ആ നമ്പറിൽ ജസ്റ്റ് പോയി മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വീവേഴ്സിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഒരു എസ്റ്റിമേറ്റഡ് ഒരു 15 പ്രൈസ് പോയിന്റ് ഭയങ്കര നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേറെ ഏത് കമ്പയർ ചെയ്താലും പിന്നെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇപ്പൊ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാൻ തന്നെ എടുത്തേക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സാരി വേണമെങ്കിലും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്ന ലെവലിലേക്കാണ് ബേസ് ചെയ്യുന്നത്. വാട്സാപ്പ് നമ്പർ ഇതിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ സാരീസ് ആയിട്ട് നമ്മൾ കാണിച്ചു തരാം എന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒരു ജേർണിയിൽ. അപ്പൊ വീണ്ടും നമ്മൾക്ക് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നോർമലി നമ്മളുടെ ആ ഒരു ഡിവിഷൻ ഡ്രൈവ് ചെയ്യണത് ഞങ്ങളുടെ അലീനക്കുട്ടി ആയിരിക്കും. അലീനക്കുട്ടി എല്ലാവരും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾ എന്നെ അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല, എന്തായാലും ഇനി ഫെമിലിയർ ആയിരിക്കും. അതെ, ഞങ്ങളുടെ കൂടെ ഇനി ഒരു ഇൻഡിസ്പെൻസിബിൾ പാർട്ടായിട്ട് ഉണ്ടാകും. അപ്പൊ എല്ലാവരും അല്ല, ഞങ്ങളുടെ മൂന്നുപേരുടെ ഇഷ്ടം എന്താ അറിയോ? ഞങ്ങൾക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും വിചാരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോവുക അല്ലേ? എന്താണ് സ്വപ്നം? പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുക, അവിടുത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള ആ വീഡിയോസ് ബേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കാണേലും അവിടെയുള്ള ഓരോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാരീസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊണ്ട് തരാനും പറ്റും നിങ്ങളുടെ കയ്യിലേക്ക്. ഞങ്ങൾക്ക് കറങ്ങി നടക്കാനും പറ്റും. അതാണ് നമ്മുടെ മെയിൻ ഇന്റൻറ്റ്. പക്ഷെ അതാ ഞാൻ നേരത്തെ പറയാൻ വന്നത്. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാരികൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ മെയിൻ ഇന്റൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയതാണ്, ഇവരുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഫെമിലിയർ ആണ്. അനീറ്റ, ഷീജ, ആക്ച്വലി ഫെമിലിയർ ഫേസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എ സ്ക്വാഡാണ്. അലേന, അനീറ്റ എന്റെ ഇളയ ആളാണ്. എന്നാലും അത്യാവശ്യം പ്രായകൊണ്ടേക്കാൾ കുറവാണ്, മെച്ചോടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അപ്പൊ നമുക്ക് ഓരോ സാരീസ് നമുക്ക് നോക്കാം. കാര്യം ഈ ഒരു മിഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ത്രീകൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു ഫെമിനിൻ എനർജി. അടങ്ങി ഒരുങ്ങി വരാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അഫോർഡബിൾ ആയിട്ട് മമ്മി പറഞ്ഞുള്ള മമ്മി എന്നോട് ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ എല്ലാ കോണിൽ നിന്നുള്ള സാരി വേണം, എനിക്ക് സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ ഈ ആഗ്രഹം എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മിറായ ഡിസൈനിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വാർഡ്രോയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സെലക്റ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന രീതിയിൽ, ബട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എപ്പോഴും ടൈംലെസ് ആയിട്ട് എന്നും നിങ്ങൾക്ക് ഏത് ഒക്കേഷനും ഒരുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന വർക്കിനാവാം, നമുക്ക് ഒക്കേഷൻസിനാവാം, അതിങ്ങനെയുള്ള പല റേഞ്ചസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുവാണ് അല്ലേ? അതല്ലേ നല്ലത്. ഇപ്പൊ ഇതിൽ നമ്മൾക്ക് ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ബേസ് ചെയ്യണം. ഇതിൽ തന്നെ സർപ്രൈസ് അടുത്തൊരു വീഡിയോ അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ഒക്കെ ചെയ്തോളൂ. നമ്മൾ എന്തായാലും ഈ സാരി കൊടുത്തിട്ട് ഇഷ്ടമായോ എന്ന് പറയാം. കാരണം ഞാൻ സത്യം പറയാം, നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് സാരി കൊടുത്തു വരുന്നത്. അപ്പൊ സാധാരണ നമ്മള് ഞാൻ ഈ സൂട്ടും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ക്രോപ്പ് ടോപ്പും ഇതൊക്കെ ഇട്ട വരുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്റെ ഒരു ട്രഡീഷണൽ അറ്റയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ആരുടെയാണ് സാരി? കാര്യം ഓരോ ആൾക്കാരും ഭയങ്കര യുണീക്ക് ആട്ടോ. ഞാനിവിടെ ഒരു മൾക്കോട്ടന്റെ റേഞ്ച് ആണ്, ഞാനൊരു ഗോൾഡൻ ടിഷ്യൂ സാരിയാണ്, ഇത് ബനാറസിയുടെ റേഞ്ച് ആണ്. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഏത് കാണണം, ഏത് വേണം എന്ന് പറഞ്ഞാൽ താഴെ കമന്റ് ചെയ്താൽ വി വിൽ മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ യു. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. പിന്നെ വേറെ കളർ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ വന്നാൽ വി ക്യാൻ സപ്പോർട്ട് ദാറ്റ് ഡെഫിനറ്റ്ലി. കേട്ടോ. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, മിറായ ഡിസൈൻ. ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. Bye.